പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓരോരുത്തർക്കും നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാലത്തും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ അടിയങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ വചന ശുശ്രൂഷ, ഈ ബൈബിൾ ക്ലാസ് കർത്താവെ നിൻ്റെ കൃപയാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നാവശ്യമായ ദൈവവചനത്തിൽ നിന്നുള്ള സന്ദേശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളിലേക്ക് നോക്കാതെ കർത്താവെ, അങ്ങയിലേക്ക് നോക്കി, അവിടത്തേക്ക് നോക്കിയവർ പ്രകാശിതരായവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന തിരുവചനത്തിൻ്റെ ശക്തിയാൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കി ഇന്ന് ഈ ക്ലാസ്സിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് തിരുന്തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കാം. ഒരു ചൊവ്വാഴ്ച കൂടി നമുക്ക് കർത്താവ് ദാനമായി നൽകിയിരിക്കുന്നു. സാർവത്രിക സാഹോദര്യം വർദ്ധിപ്പിക്കുവാനും മനുഷ്യാവകാശം, സാമൂഹ്യനീതി, ധാർമ്മികത എന്നിവയെക്കുറിച്ചുള്ള അറിവും ബോധവും മനുഷ്യർക്ക് കൂടുതൽ ലഭിക്കുവാൻ വേണ്ടി നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ പ്രയത്നങ്ങളും ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അതിനായി നമ്മൾ ദൈവത്തോട് ധാരാളമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിലെ 12ാമത്തെ പ്രാർത്ഥനയാണ് നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിലെ 12ാമത്തെ പ്രാർത്ഥന, ഗർഭചിത്രം എന്ന തിന്മയ്ക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. പല കാരണങ്ങളാൽ ഗർഭചിത്രം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന വ്യക്തികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നതനുസരിച്ച്, നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നതനുസരിച്ച് ആ തിന്മയിൽ നിന്ന് അവരെ പൂർണ്ണമായി മോചിപ്പിക്കുവാനും കുഞ്ഞിനെ സംരക്ഷിക്കുവാനും കുഞ്ഞിനെ വളർത്തുവാനുമുള്ള സാഹചര്യങ്ങൾ ആ വ്യക്തിക്ക് ഒരുക്കി കൊടുക്കുവാനുള്ള ഒരു പ്രാർത്ഥന. അത് ദൈവം തന്നെയാണ് അതിനകത്ത് ഇടപെടേണ്ടത്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണല്ലോ നമ്മൾ വേദപുസ്തകത്തിൽ അറിയുന്നത്. അതുകൊണ്ട് അത് തിന്മയാണെന്ന് നമ്മൾ അറിയിക്കുകയാണ്. അതെങ്ങനെയാണ് തിന്മയാകുന്നത് എന്നുള്ളത് നമ്മുടെ വചന ചിന്തയിലൂടെ, ദൈവവചനത്തിൽ നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കുകയാണ്. എങ്ങനെയാണത് തിന്മയാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മളിന്ന് വായിക്കുന്നത് യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ദൈവവചനമാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം അറിഞ്ഞു എന്ന് പറയുകയാണ്. വൈദ്യശാസ്ത്രം നമ്മളോട് പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് 18 ദിവസമാകുമ്പോൾ അതിന് ജീവനുണ്ടായി എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജീവനുണ്ട്. പിന്നെ അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് വളരുകയാണ്. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാനും അത് നിങ്ങൾക്ക് നൽകുവാനുമാണ് ഞാൻ വന്നതെന്ന് യേശു പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനുമാണ്. അനേകർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു കുഞ്ഞിനെ വേണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പലർക്കും ലഭിക്കുന്നില്ല. എന്നാൽ ചിലർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ലഭിക്കുന്നു. ഇപ്പോൾ വിവാഹമെന്ന കുദാശയിലൂടെ ഗർഭം ധരിക്കുന്ന, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്ന, അതുവഴി ഉണ്ടാകുന്ന ഗർഭധാരണത്തിലുള്ള കുഞ്ഞുങ്ങളെ
സംരക്ഷിക്കേണ്ടതും പോറ്റേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവിഹിതമായോ മറ്റ് രീതികളിലോ ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകാൻ ഇടയാകരുത് എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവായി കഴിയുമ്പോൾ അമ്മയ്ക്ക് ജീവൻ അപകടത്തിലാകുന്നെങ്കിൽ മാത്രമേ ആ കുഞ്ഞിനെ നശിപ്പിക്കുവാനായിട്ട് കഴിയൂ എന്ന് നിയമം പറയുന്നുണ്ട്. ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ അമ്മ ഇല്ലാതെ വന്നാൽ മാത്രമേ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുവാൻ അല്ലെങ്കിൽ ഡോക്ടർക്ക് അതിനുള്ള അനുവാദമുള്ളൂ എന്ന് പറയുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഗർഭഛിദ്രമെന്ന് പറയുന്നത് ഒരു പാപമാണ്. ജീവനെ കൊടുക്കുവാൻ നമുക്ക് കഴിയില്ല, ജീവനെ നമ്മൾ ധാരാളമായി നശിപ്പിക്കുന്നു എന്നുള്ളതാണ് പാപത്തിൻ്റെ കാരണം. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഈ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു, നീ ഉദരത്തിൽ, അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് കർത്താവ് നമ്മളെ അറിഞ്ഞ് ഏത് മാതാപിതാക്കന്മാർക്ക് ജനിക്കണമെന്ന് ദൈവം തന്നെ തീരുമാനിച്ചു. ആ വചനത്തിൻ്റെ ശക്തിയാൽ, ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗർഭപാത്രത്തിൽ വെച്ച് ആ കുഞ്ഞിനെ നശിപ്പിക്കുന്നത് ദൈവവിചാരപ്രകാരം, ദൈവിക പ്രകാരം അത് പാപമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ യെശയ്യാപ്രവചനം 49-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അത് നമ്മൾ യിരെമ്യാ പ്രവാചകനാണ് പറഞ്ഞത്, വായിച്ചു കേട്ടത്. ഇപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ചതിനെ അവിടുന്ന് തന്നെ നാമകരണം ചെയ്തു. ഇത് വിശ്വാസത്തിൻ്റെ ഒരു തലമാണ്. വിശ്വാസത്താൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഞാൻ ഇന്ന് പ്രവാചകനായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷകനായിരിക്കുന്നത് എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അതിന് മുമ്പ് തന്നെ എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു, വേർതിരിച്ച് നാമകരണം ചെയ്തു എന്നാണ്, പേര് വരെ ഇട്ടു എന്നാണ് ഈ പ്രവാചകൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമല്ല. ദൈവത്തിന് ഓരോ മനുഷ്യനെക്കുറിച്ചും മുൻകൂട്ടി ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുണ്ട്. അതിൻ്റെ നാശത്തിനുള്ളതല്ല, നിനക്ക് ഐശ്വര്യത്തിനുള്ള, നിനക്ക് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ലോകം മുഴുവനുള്ള എല്ലാ ദമ്പതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ അമ്മമാർക്ക് ഉദരത്തിൽ വെച്ച് കുഞ്ഞിനെ നശിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായി സംഭവിച്ചതൊഴികെ ഈ കുഞ്ഞ് വേണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അതിനെ നമ്മൾ അതൊരു ഭ്രൂണമാണെന്നുള്ള രീതിയിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനോട് മാപ്പ് ചോദിക്കണം. കാരണം ഇന്ന് ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം ഒരുപക്ഷെ ഭൂമിയിൽ ജനിക്കുകയായിരുന്നെങ്കിൽ അവർ ഈ ഭൂമുഖത്ത് ആരായിത്തീരുമെന്നൊന്നും അറിയില്ല. പ്രവാചകൻ പറയുന്ന കണക്കനുസരിച്ച് ദൈവത്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്ന വലിയ വലിയ മഹത് വ്യക്തികളായി തീരേണ്ടവരാണ്. സാധാരണ മനുഷ്യർക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവരതിനെ ഒരു ഭ്രൂണമെന്നുള്ള നിലയ്ക്ക് നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജനനം, മരണം, അതൊക്കെ മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ അവൻ്റെ അറിവിൽ നിന്നാണ്, അവൻ്റെ ശക്തിയിൽ നിന്നാണെന്നുള്ള ആ തോന്നൽ നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ജനനം, മരണം എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ദൈവത്തിൻ്റെ സമയത്താണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. യെശയ്യാപ്രവചനം 43-ാമത്തെ അധ്യായത്തിൽ, യെശയ്യാപ്രവചനം 43-ാം അധ്യായം
ഒന്നാമത്തെ വാക്യം പറയുന്നു, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്ത് നിനക്ക് പകരമായി എത്യോപ്യയും സേബായി ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായ മനുഷ്യരെയും നിന്റെ ജീവന് പകരമായ ജനതകളെയും ഞാൻ നൽകുന്നു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണെന്ന് അരുളി ചെയ്യുകയാണ് ദൈവം. എത്ര മക്കളുണ്ടായാലും ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല, ദൈവാശ്രയമുണ്ടെങ്കിൽ എന്ന തിരിച്ചറിവ് ഇന്ന് ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ദമ്പതികളൊക്കെ 10 മക്കൾ 12 മക്കളെയൊക്കെ പ്രസവിച്ചിട്ടുള്ള ചെറുപ്പക്കാരികൾ. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ടെലിവിഷനിൽ കണ്ടു, അവർക്ക് 10 മക്കളാണ്. അതിൽ 4 പ്രസവം സാധാരണ പ്രസവം, ബാക്കി 8 പ്രസവം ഓപ്പറേഷനായിരുന്നു എന്ന് പറയും. അവർക്ക് വലിയ സന്തോഷമാണ്. മൂത്ത കുഞ്ഞുങ്ങളാണ്, അവരുടെ ഇളയ കുഞ്ഞുങ്ങളെല്ലാം ശുശ്രൂഷിക്കുന്നതും സ്കൂളിൽ കൊണ്ടുവിടുന്നത്. ഈ വർഷം സ്കൂൾ തുറന്നപ്പോൾ അവർ പറഞ്ഞു, ഈ വർഷം മൂത്തയാൾ 12ാം ക്ലാസ് കഴിയും, അപ്പോൾ അടുത്ത വർഷം അവർ വലിയ പഠനത്തിനായിട്ട് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ സാധിക്കില്ലോ എന്നുള്ള സങ്കടമാണ് എന്ന് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് പറയുക. പ്രിയമുള്ളവരെ, ദൈവമാണ് പോറ്റുന്നത്. ഇന്ന് ദമ്പതികളെല്ലാം ഗർഭഛിദ്രം നടത്തുന്നത് ഈ കുഞ്ഞുങ്ങൾ അധികമായാൽ അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം, ആരോഗ്യം, ബുദ്ധി ഇതൊന്നും കൊടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ള ഭയത്തിൽ നിന്നാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ദൈവവചനം പറയുന്നു, നദികൾ കടക്കുമ്പോൾ നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം എന്താണ്? നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ തിരുവചനം. എൻ്റെ പ്രിയമുള്ളവരെ, ധാരാളം കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി നമ്മൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിവാഹം കഴിച്ചിട്ടുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരമ്മയുടെ ഉദരവും കൊലക്കളമായി മാറരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എല്ലാ മനുഷ്യരും ദൈവത്തെ അറിഞ്ഞ് ദൈവസ്നേഹത്തിലായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തെ ദൈവമാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ദൈവം നൽകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷത്തിലൂടെ എല്ലാവരെയും ബോധവൽക്കരിക്കണം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നു, ഇതാ 44:2 നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. കണ്ടോ, ഞാൻ നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളിച്ചെയ്യുന്നു. ജനിച്ച് പുറത്തേക്ക് വന്ന് ഓർമ്മ വെച്ചതിന് ശേഷമല്ല ദൈവം നമ്മളെ കാണുന്നതും കരുതുന്നതും. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ധരിക്കുന്നേ. നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമായി നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന ഒരു വിചാരമാണ്.
പക്ഷേ ഇസ്രായേലിനെ ഉദ്ദേശിച്ച് യാക്കോബ് എന്ന് വിളിക്കുന്നത്, ദൈവം പറയുന്നു ഞാൻ നിന്നെ ഗർഭപാത്രത്തിൽ രൂപം നൽകിയെന്നാണ് പറയുന്നത്. വീണ്ടും 24-ാമത്തെ വാക്യത്തിൽ വീണ്ടും അത് തന്നെ പറയുന്നുണ്ട്, ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്ത് വിരിക്കുകയും ഭൂമിയെ വ്യാപരിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ്. എന്നിട്ടൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോടൊന്നിച്ച്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഗർഭപാത്രം അല്ലെങ്കിൽ ഗർഭാവസ്ഥ എന്ന് പറയുന്നത് വലിയ പുണ്യകാലമാണ്, പുണ്യകാലം. അതുകൊണ്ട് ഗർഭിണിയായ മറിയം എലിസബത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ എലിസബത്ത് പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്? കാരണം അത് സഹോദരിയുടെ മകളാണെന്നത് വിട്ടിട്ട് കർത്താവിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ കർത്താവിനെ ലോകത്തേക്ക് സ്വീകരിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന മാതാവാണ് ഈ കൊച്ചു പെൺകുട്ടി എന്ന് പ്രായാധിക്യമായ എലിസബത്ത് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഉദരത്തിൽ കിടക്കുന്ന ശിശുക്കളെ രണ്ടമ്മമാർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഉദരത്തിൽ കിടക്കുന്ന ശിശു ആരാണ് എന്നുള്ളത് തിരിച്ചറിയുന്നു. സ്കാൻ ചെയ്താൽ മാത്രമല്ല, പരിശുദ്ധാത്മാവിനാലും ശിശു ആരാണെന്ന് തിരിച്ചറിയും. ഹല്ലേലൂയ. ഇന്ന് കുട്ടി ഉദരത്തിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും. പക്ഷെ അന്ന് ഇത്തരം സംവിധാനം ഇല്ലാതിരിക്കെ തന്നെ പരിശുദ്ധാത്മാവ് മറിയത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന ആൺകുഞ്ഞെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ആൺകുട്ടിയാണ് നിൻ്റെ ഉള്ളിൽ ഉള്ളതെന്ന് ചിന്തിക്കുകയാണ്. കർത്താവ് എൻ്റെ അടുക്കൽ, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? അപ്പോൾ ഗർഭാവസ്ഥയിലായിരിക്കുന്ന എല്ലാ സഹോദരിമാരും, നമ്മളോട് പലരും ഇങ്ങനെ നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നില്ലേ, സുഖപ്രസവം കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന്. സത്യത്തിൽ അങ്ങനെ ഒരു പ്രസവം കിട്ടണമെങ്കിൽ തന്നെ, സുഖപ്രസവം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രസവം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇതായിരിക്കാം, ഓപ്പറേഷനൊന്നുമില്ലാതെ കത്തിയൊന്നും വെക്കാതെ നോർമൽ ഡെലിവറി നടക്കാനായിരിക്കും ആ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സുഖമെന്ന് പറഞ്ഞാൽ അത് സുഖമായിട്ട് ഇന്നവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇരിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ പറ്റണില്ല, ഒരേ കിടപ്പ് തന്നെ ചില സമയത്ത് കിടക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അത് നമ്മൾ അധികം കേട്ടേക്കുന്നത് അമ്മമാർ പരാതി പറഞ്ഞിട്ടാണ്, ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെയാണ് പ്രസവിച്ചത്, ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് സുഖപ്രസവം എന്ന ഒരു ഇതില്ല. വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്ന ഒരു കൽപ്പനയുണ്ട്. ഒരു എന്താ പറയണ്ടേ, ഒരു ശാപവാക്ക് പോലെ. ശാപമായിരിക്കില്ല, എന്നാലും ആ തിന്നരുത് എന്ന് പറഞ്ഞ ആ ഫലം അനുഭവിച്ചപ്പോൾ അത് തിന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു നടപടി, ഒരു ശിക്ഷണ നടപടി ദൈവം കൊടുത്തതാണ്. വേദനയോടെ നീ മക്കളെ പ്രസവിക്കുമെന്നുള്ള ആ ഒരു നടപടി. അപ്പോൾ പ്രിയമുള്ളവരെ, ധാരാളം ആളുകൾ ഇങ്ങനെ നമ്മളോട് ഗർഭാവസ്ഥയിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഗർഭകാലം എന്ന് പറയുന്നത്? ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ സുരക്ഷിതമായി ജീവിക്കുന്നു. ഭൂമിക്ക് പുറത്ത് വെച്ച് ഒരു കുഞ്ഞിന് എന്താ അപകടമുണ്ടാകുന്നോ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ വെച്ചൊരു കുഞ്ഞിന് അപകടമുണ്ടായാലും അതിനെ രൂപപ്പെടുത്തിയ ദൈവത്തിന് സഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഗർഭാവസ്ഥ അല്ലെങ്കിൽ ഗർഭകാലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപാവരം ധാരാളമായി ചൊരിയുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടം നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെയൊക്കെ തലമുറ പ്രാർത്ഥിക്കും. ദാവീദ് എന്താ പ്രാർത്ഥിക്കുന്നത്? ദാവീദ് പാപം ചെയ്തിട്ട്
ദാവീദിനെ നാഥാൻ പ്രവാചകൻ വന്ന് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ, ദാവീദ് 2 പാപമാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വ്യഭിചാരം, ഒന്ന് കൊലപാതകം. വ്യഭിചാരത്തോട് ചേർന്നുള്ള ഒരു വലിയ പാപമായിരുന്നു ദാവീദ് ചെയ്ത കൊലപാതകം. ഈ 2 പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് നാഥാൻ പ്രവാചകൻ ആ പാപചിന്ത കൊടുക്കുമ്പോൾ ദാവീദ് അനുദപിച്ച പ്രാർത്ഥനയാണ്, ദൈവത്തോട് മാപ്പ് ചോദിച്ച പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 51-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ എല്ലാം ശുശ്രൂഷകൾക്കും കൂദാശകൾക്കെല്ലാം പ്രാർത്ഥനയെല്ലാം നമ്മൾ എടുത്തു ചൊല്ലുന്നതാണ് അനുതാപത്തിൻ്റെ പ്രാർത്ഥന. അതിൽ പറയുന്നത്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ പാപിയാണ്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. 5-ാമത്തെ വാക്യം, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. അതെങ്ങനെയാണ്? നിന്നെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു, ഞാൻ നിന്നെ മെനഞ്ഞെടുത്തു എന്ന് ദൈവം പറയുമ്പോൾ എങ്ങനെയാണ് ദാവീദിന് പറയാൻ പറ്റുന്നത് ഞാൻ അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ ഞാൻ പാപിയാണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കാം? അവിടെ അമ്മയ്ക്ക് വേണ്ടവണ്ണമുള്ള പ്രാർത്ഥന സംരക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അമ്മയ്ക്ക് ഈ കുഞ്ഞിന് വേണ്ട രീതിയിലുള്ള പ്രാർത്ഥനാ സംരക്ഷണം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം ഈ കുഞ്ഞിനെ, ദാവീദെന്ന് പറയുന്ന ആ കുഞ്ഞിനെ, അവൻ്റെ ഭാവിയിൽ അവൻ ഇന്നൊക്കെയായി തീരണമെന്ന് പദ്ധതി ഉണ്ടായിരുന്നു അല്ലേ? അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരില്ല. വിശ്വാസത്തിൻ്റെ തലത്തിലാണോ ഞാൻ പറയണേ? വിശ്വാസമുള്ളവർക്ക് ദാവീദിനെ വേണ്ടവണ്ണം എന്താ പറയുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ദാവീദ് വ്യഭിചാരവും കൊലപാതകവും ചെയ്തതിന് ശേഷം അവൻ പാപിയാണെന്ന് നാഥാൻ പ്രവാചകൻ പറയുമ്പോൾ അവൻ്റെ അനുതാപ പ്രാർത്ഥന, പശ്ചാത്താപ പ്രാർത്ഥനയിൽ അവൻ പറയുന്നു, ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മ കുറ്റക്കാരിയാണ്, എൻ്റെ അമ്മ കുറ്റക്കാരിയാണ്, എൻ്റെ അമ്മയ്ക്കും ഇതിനകത്ത്, എൻ്റെ ഈ പാപത്തിൽ എൻ്റെ അമ്മയ്ക്കും പങ്കുണ്ട്. കാരണം എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുന്നത് പാപത്തോടെയാണ്, പാപത്തോടെ തന്നെയാണ് ഞാൻ പിറന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്ന് പറയുന്നത് 6-ാമത്തെ വാക്യം, ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ദൈവം ഒരിക്കലും ഗർഭപാത്രത്തിൽ വെച്ച് പാപത്തെ ആഗ്രഹിക്കുന്നില്ല, പാപിയെ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവം ഹൃദയപരമാർത്ഥയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യ ഹൃദയങ്ങളും ഏതൊരു കാലഘട്ടത്തിലും ഹൃദയപരമാർത്ഥമുള്ളവരായിരിക്കണം. പ്രത്യേകാൽ തലമുറകൾക്ക് ജന്മം നൽകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വ ബോധത്തോടെ ഏൽപ്പിക്കുന്ന അമ്മമാരും അപ്പന്മാരും ഹൃദയപരമാർത്ഥതയോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാപങ്ങളൊക്കെ എല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ഒത്തിരി ദൈവാനുഗ്രഹം ലഭിക്കുന്നവരാണ്, അതെല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾക്ക് വരുന്ന തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നാം തന്നെ വിശുദ്ധീകരിക്കണം എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു പറയുകയാണ്, ഇവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി പിതാവേ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവരെല്ലാവരും ശുദ്ധിയുള്ളവരായി തീരാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പം നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയുടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വേദപുസ്തകം വായിക്കാനും പഠിക്കാനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണം ഇതിലൂടെ നടന്നാൽ മാത്രമേ വരുന്ന തലമുറയ്ക്ക് നല്ലൊരു അടിസ്ഥാനം ഇടാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കിട്ടിയ അനുഗ്രഹം കൊണ്ട് ഉറങ്ങിയും തൂങ്ങിയും ഒക്കെ ഇരുന്നാലൊന്നും നമുക്ക് വിശുദ്ധീകരണം നടക്കുകയില്ല.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, വീണ്ടും ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ജോബിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ വാക്യം. ജോബിൻ്റെ പുസ്തകം നമുക്കറിയാം. ജോബ് വളരെ നീതിമാനും വിശുദ്ധനൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. ജോബിനെ പരീക്ഷിക്കുവാൻ, അവൻ്റെ ദൈവസ്നേഹവും ദൈവത്തോടുള്ള വിശ്വസ്തതയും പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടി ദൈവം സാത്താനെ അയക്കുന്നുണ്ട്. സാത്താൻ അവന് ഒത്തിരി പീഡനങ്ങൾ ഏൽപ്പിക്കുകയാണ്. സാമ്പത്തികമായും ആരോഗ്യപരമായും മക്കളില്ലാതെയും വസ്തുക്കൾ എല്ലാ രീതിയിലും നമുക്കറിയാം അവനെ പീഡിപ്പിക്കുകയാണ്. അപ്പോൾ ജോബ് പറയുകയാണ് 10-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു, എന്നാൽ ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ വചനങ്ങളെല്ലാം വായിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ ദൈവം അവൻ്റെ ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തി. നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയെന്ന്, മണ്ണുകൊണ്ട് രൂപപ്പെടുത്തി. പിന്നെ ആദാമും ഹവ്വായും പിന്നെ അവരുടെ മക്കളായി പിന്നെ തലമുറകളായി ഇങ്ങനെ പോരുന്നു. പിന്നെ മണ്ണുകൊണ്ടല്ല മനുഷ്യരെല്ലാവരും അമ്മയുടെ അണ്ടവും അപ്പൻ്റെ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ സംഗമത്തിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഗർഭപാത്രാവസ്ഥ അല്ലെങ്കിൽ ഗർഭാവസ്ഥ ദൈവത്തിൻ്റെ എന്താ പറയുന്നത് കൽപ്പനയാൽ സംഭവിക്കുന്നതാണെന്നാണ്. അതുകൊണ്ടായിരിക്കാം പ്രിയമുള്ളവരെ, അനേകര് ഒരു കുഞ്ഞില്ലാതെ പ്രാർത്ഥിച്ച് ഇപ്പോൾ അടുത്ത നാളുകളിലൊക്കെ നമുക്കറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. 10 കൊല്ലം 12 കൊല്ലം 14 കൊല്ലം ഒക്കെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കുഞ്ഞുണ്ടായത്. ഇനി ഒരു കുഞ്ഞുമില്ലാതെ മരണം വരെ ദൈവത്തോടുള്ള വിശ്വസ്തതയിലിരിക്കുന്ന ആളുകളുമുണ്ട്. കുഞ്ഞുങ്ങളൊന്നുമില്ല, അവരെന്താ പറയുന്നത്, ലോകം വിളിക്കുന്ന മക്കളില്ലാത്തവരെന്നോ മച്ചിയെന്നോ ഒക്കെ ആക്ഷേപിക്കുമ്പോഴും അവർ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഇവിടെ ജോബ് പറയുകയാണ് 10-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം പറയുന്നു, അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു, എന്നാൽ ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു. ഇവിടെ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നശിപ്പിക്കുകയല്ല, ഇവിടെ ജോബിൻ്റെ വിശ്വസ്തത ദൈവം അളക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ജോബിന് വീണ്ടും പുനർജന്മം കിട്ടുകയാണ്. ഇല്ലെങ്കിൽ ജോബ് രോഗാവസ്ഥയെല്ലാം പൂർണ്ണമായി മോചനം നേടി അവന് മക്കളും ആടുമാടുകളും വസ്തുക്കളൊക്കെ പിന്നെ ഉണ്ടാകുകയാണ്. പക്ഷെ ഒരു അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന ഒരു കുഞ്ഞിന് ഈ ഒരു പുനർജന്മം കിട്ടുന്നില്ല. അതുകൊണ്ട് അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണെന്ന് വിചാരിക്കരുത്. ദൈവം എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എൻ്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ തന്നു, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഗർഭത്തിൽ തന്നിരിക്കുന്ന കുഞ്ഞ് ദൈവം നൽകിയതാണ്, അതിനെ പ്രസവിച്ചേ പറ്റും. അതിന് ഒരു അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടായതാണെങ്കിൽ പോലും ആ കുഞ്ഞ് ജീവിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അത് ജീവനാണ്. അതുകൊണ്ടാണ് ജീവനാണ്, ജീവൻ. ആ ജീവനെ നശിപ്പിക്കുവാനുള്ള അനുവാദം ഇല്ല. അത് ഏതെങ്കിലും രീതിയിൽ അതിനെ സംരക്ഷിക്കേണ്ട നിയമങ്ങളും കാര്യങ്ങളൊക്കെ മനസാക്ഷിയൊക്കെ ഉണരേണ്ട ഒരാവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗലാത്യ ലേഖനം പൗലോസിലെ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15. ആ പൗലോസ്ലീഹായും പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന്. എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷത്തിലുള്ള വിളിയെല്ലാം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. 1:15, ഗലാത്യർ 1:15. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു.
ഹല്ലേലൂയ. അപ്പോൾ ഓരോ കുഞ്ഞും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ കൃത്യമായി ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന ഒരു വിചാരം നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. കൃത്യമായി ഒരു പദ്ധതി. ആ ഒരു പദ്ധതിയാണ് നമ്മൾ എന്താ പറയുന്നത് മക്കബയരുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. മക്കബയരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരമ്മ തൻ്റെ 7 മക്കൾ, മക്കബയരുടെ പുസ്തകം രണ്ടാം പുസ്തകം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒരമ്മയുടെ മുമ്പിൽ വെച്ച് അവരുടെ 7 മക്കളും കൊല്ലപ്പെടുകയാണ്. ദൈവത്തെ നിഷേധിക്കണമെന്നാണ് രാജാവ് കൽപ്പിക്കുന്നത്. ഇവർ പറയുന്നു ദൈവത്തെ നിഷേധിക്കാൻ കഴിയില്ല, ദൈവത്തെ നിഷേധിക്കാൻ കഴിയില്ല, ദൈവത്തെ ഞങ്ങൾക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റുകയില്ല. ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പ്രാർത്ഥന നടത്തുന്ന ചില സഹോദരിമാരുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ഇന്നാളൊരു സഹോദരി പറഞ്ഞ് 6ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കിനി നിങ്ങളെ നോക്കാൻ പറ്റില്ല, ഞാൻ നിങ്ങളോട് ഇതിന് സപ്പോർട്ടുമില്ല എന്ന് പറഞ്ഞു. അയാൾ ദേഷ്യപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഈ സഹോദരി ഭർത്താവിനോട് പറഞ്ഞു ഇനി ആ ഡോക്ടറെ കാണാൻ പോകണ്ട എന്ന് പറഞ്ഞു. ഈ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇനി ഇത്രയും ഒരു പ്രസവത്തിനുള്ള ആരോഗ്യം നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുകയാണ്, നശിപ്പിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ ഡോക്ടറെ കാണാൻ പോകണ്ട എന്ന് ആ സഹോദരി പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം അവർക്ക് വേറൊരു ഡോക്ടർ, ഒരു സിസ്റ്റർ ഡോക്ടറെ പരിചയപ്പെടാനിടയായി. വേറൊരു ആൾ വഴി അങ്ങനെ ആ സിസ്റ്റർ ഡോക്ടർ അവർ ശ്രദ്ധിച്ചു. പിന്നീട് അവർ വീണ്ടും 4 പ്രസവം കൂടി നടത്തി എന്നാണ് പറയുന്നത്. ഭയങ്കര അത്ഭുതമായ കാര്യങ്ങളാണ് അവരൊക്കെ പറയുന്നത്. ഇതുപോലെ ഈ മാംസം തിന്നണമെന്ന് രാജാവ് പറയുന്നു. പന്നി മാംസം യഹൂദന്മാർക്ക് നിഷിദ്ധമാണ്, അത് തിന്നാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 7 മക്കളെ ഈ അമ്മയുടെ മുമ്പിലോട്ട് ക്രൂരമായി കൊന്നുകളയാണ്. എങ്ങനെ കൊല്ലണമെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്ന ഒരു കൊല്ലലൊന്നുമല്ല ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ചർമ്മം മുടിയോടുകൂടി ഉരിഞ്ഞു കളഞ്ഞിട്ട് സംസാരിക്കുന്നു. തലയിൽ നിന്നെല്ലാം മുടിയോടുകൂടി തൊലി ഉരിച്ച് നിർത്തിയിട്ട് സംസാരിക്കാൻ പറയുക. എന്നിട്ട് ആ ശരീരം ജീവനോടെ തന്നെ വറുത്ത എണ്ണയിലേക്ക് ഇടുന്നു, തിളച്ച എണ്ണയിലേക്ക്. ഇങ്ങനെ 7 മക്കൾ ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് മരണപ്പെടുന്നു. ഈ അമ്മയും പിന്നീട് മരണപ്പെടുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വായിക്കുന്ന 22-ാമത്തെ വാക്യമാണ് ആ അമ്മയുടെ ദൈവസ്നേഹം വിളിച്ചു പറയുന്നത്. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിവില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. ഈ 2 വചനം ഒരമ്മയുടെ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഒന്ന്, അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്ക് അറിവില്ല. ഹല്ലേലൂയ. എങ്ങനെ രൂപം കൊണ്ടുവന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല, ദൈവമാണ്. ഇപ്പോൾ വൈകല്യത്തോടു കൂടിയാണ് ജനിക്കുന്നതെങ്കിലും ഈ ദൈവസ്നേഹത്തിൻ്റെ പ്രതിധ്വനി ആ ജീവിതം കൊണ്ട് നമ്മൾ രൂപപ്പെടുത്തണം.
ഒരാൾ വൈകല്യത്തോടു കൂടിയാണ് ജനിക്കുന്നതെങ്കിലും ആ വൈകല്യത്തെ എന്താ പറയുക, ഒരു അപമാനമായോ ഒരു വേദനയായോ കാണാൻ ഇടയാകാതെ ആ വൈകല്യത്തെ ദൈവമാണ് അനുവദിച്ചതെന്നുള്ള ബോധത്തോടുകൂടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാനായിട്ട് കഴിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ദൈവസന്നിധിയിലും ഭൂമിയിലെ മനുഷ്യർക്കും പ്രയോജനമുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ലഭിക്കണം. അപ്പോൾ ഇത്രയും വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഇനി നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ വചനങ്ങളെല്ലാം ധ്യാനിച്ച് ചിന്തിച്ച് പോകണം. ഒരു മാനുഷികമായ പരിഗണനയല്ല ഗർഭപാത്രത്തിലായിരിക്കുന്ന കുഞ്ഞിനോട് കാണിക്കേണ്ടത്. ഒരു മാനുഷികമായ പരിഗണനയല്ല ഗർഭാവസ്ഥയിലായിരിക്കുന്ന ഒരു അമ്മച്ചിയോട്, ഒരു അമ്മയോട് സമൂഹം കാണിക്കേണ്ടത്. മറിച്ച് ദൈവ സ്നേഹത്തോടെ പ്രതിയുള്ള പരിഗണനയായിരിക്കണം, ദൈവ സ്നേഹത്തെ പ്രതി. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിന് യാതൊരു ദോഷവും തട്ടാതെ വണ്ണം ആ ചുറ്റുപാട് അവരെ കെയർ ചെയ്യണം. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സഹോദരി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഓർത്തിരിക്കണമെന്ന് അറിയില്ല, ഒരു സഹോദരി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: 4 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തിക്കൊണ്ടുവരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. വാർക്കയുടെ മുകളിലേക്ക് തലേ ദിവസം നെല്ല് തിളപ്പിച്ചിടണം, പിറ്റേ ദിവസം രാവിലെ പുഴുങ്ങണം, എന്നിട്ടത് കോരി തന്നെത്താൻ ചുമന്ന് വാർക്കയുടെ മുകളിൽ കയറ്റണം, എന്നിട്ടത് കുത്തിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണക്കി, ചിക്കി ഉണക്കി 2:30-3 മണിയാകുമ്പോഴത്തേക്കും മില്ല് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഭർത്താവിൻ്റെ സൈക്കിളിൽ വെച്ചിട്ട് കൊടുക്കും. ഇത് അമ്മായിയമ്മയുടെ ഓർഡറാണ്. ഇത് ചെയ്തില്ലെങ്കിൽ അന്ന് ആ വീട്ടിൽ അത്താഴമില്ല. ആ മരുമകൾക്ക് അത്താഴമില്ലെന്നല്ല, ആ വീട്ടിൽ ആർക്കും അത്താഴമില്ല. അരിയാണ്, അരി വേണം അവിടെ, പണിക്കാർക്കും കൊടുക്കണം. അരിയില്ല. പണ്ടൊക്കെ അങ്ങനെയല്ലേ, നെല്ലൊക്കെ കൊയ്യണ സമയത്ത് അരി മേടിച്ചിരിക്കുന്ന വീടുകളാണെങ്കിലും 2 ദിവസം കൂടെയാണ് നീങ്ങി പോട്ടെ എന്ന് വെക്കും. കാരണം എന്തായാലും ഇത് പുഴുങ്ങി ഉണങ്ങി കിട്ടും, ഇത്തിരി സ്പീഡാക്കാം, എന്നാൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, പൈസ ഇല്ലാത്തതുകൊണ്ടും ഒക്കെയാണ് പണ്ടൊക്കെ കർഷകരൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഈ സഹോദരിക്ക് അത് ഭയങ്കരമായ മുറിവും വേദനയുമായി ഈ അമ്മായിയമ്മയോട്. ആ സഹോദരി ചോദിക്കുന്നത്, ആ അമ്മയുടെ മകളായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ? അതാണ് ചോദ്യം. അവരുടെ വഴക്കിൻ്റെ കാരണം അതാണ്. പക്ഷെ ഞാൻ പറയുകയാണ് അവരോട്, അതല്ല, ഈ ഗർഭാവസ്ഥ 2 കൂട്ടരും എന്ത് ചെയ്യേണ്ടതാണ്? ദൈവത്തെ പ്രതി സ്നേഹത്തോടെ എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ സഹോദരിക്ക് ആ ഗർഭാവസ്ഥയിൽ കഷ്ടപ്പെട്ടതിൻ്റെ വൈരാഗ്യം, വെറുപ്പ് ഈ അമ്മയോട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പുറത്ത് വന്ന കുഞ്ഞിൻ്റെ സ്ഥിതി എന്താവും? ഓരോ പ്രാവശ്യവും കുറച്ച് ഒരു കോരുവട്ടയിലോ അല്ലെങ്കിൽ വട്ടക്കൊട്ടയിലോ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ, കൊട്ടയിൽ ഇത് മുകളിലേക്ക് കൊണ്ടുപോകാം. 4 പുറം ഒരുമിച്ച് കയറ്റി കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അമ്മേനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവിടെ കൊയ്ത്തുകാരുണ്ട്, പിറ്റേ ദിവസം കൊയ്യാനുണ്ട്, പശുവിനെ കറക്കാനുണ്ട്, അങ്ങനെ കുറേ പണികളെല്ലാം ചെയ്തിട്ട് കൊയ്ത്തുകാരുടെ കൂടെ പാടത്തേക്ക് പോയാലാണ് സമയാസമയത്ത് ഇതെല്ലാം മുറ്റത്ത് ചാണകം ഒഴുകിയ മുറ്റത്തേക്ക് കയറി വരുള്ളൂ. അപ്പോൾ അമ്മ അന്നേരം കൊയ്ത്ത് പാടത്തേക്ക് വരാൻ പറ്റാത്ത ഒരേ ഒരാൾ ഈ മരുമകളാണ്. അപ്പോൾ മരുമകൾക്ക് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി. പണ്ടത്തെ കാലത്തൊക്കെ അമ്മമാർ അതൊക്കെ ചെയ്യുമായിരുന്നു എന്ന് അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാറ് പറിച്ചുകൊണ്ടിരുന്ന അടുത്തിൽ പ്രസവവേദന തോന്നി കയറിപ്പോന്നപ്പോൾ കയ്യാല കയറാൻ ഇട വന്നില്ല, വയറ്റാട്ടിനെ മറ്റേ വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യം വന്നില്ല, അപ്പോഴത്തേക്കും കഴിഞ്ഞു, പിന്നെ റെസ്റ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്നൊക്കെ കാരണന്മാർ പറയുന്നത്. ഞാനിത് പറയണമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ 9 പ്രസവിച്ചാണ്. എന്നും ഈ പ്രസവിച്ച കാര്യം പറഞ്ഞിട്ട് ഒരു ഉപദേശം തരാത്ത കാലമാണ്. 9 പ്രസവിച്ച് 9 പ്രസവിച്ചതെല്ലാം ഈ 9 പ്രസവം പട്ടിണി കാലത്താണ്. പട്ടിണി കാലത്ത് മത്തങ്ങയുടെ ഇല തിന്നു, മത്തങ്ങയുടെ തണ്ട് തിന്നു, അങ്ങനെ അത് തിന്നു, ഇത് തിന്നു, ഇതൊക്കെ തിന്നാണ് ഈ ഗർഭകാലമൊക്കെ കഴിച്ചു കൂട്ടിയത് എന്ന് പറയാൻ വേണ്ടി. അങ്ങനെയാണ് നിങ്ങളെ വളർത്തിയെന്ന് പറയാൻ
പറയുമ്പോൾ ഉണ്ടാകുന്ന ഈ അപ്പോൾ ഈ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഈ 9 ഗർഭധാരണവും സത്യത്തിൽ ദൈവസ്നേഹത്തിൽ നിന്നല്ല, അറിവോ പരിജ്ഞാനമോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഗർഭം ധരിക്കപ്പെട്ടു പോകുന്നു. ദാരിദ്ര്യത്തിലേക്ക് പിന്നെയും വന്ന് ഇതിനൊന്നും കൊണ്ടുപോയി അന്ന് കളയാനോ ഇത് നശിപ്പിക്കാൻ ഡോക്ടറെ കാണാനോ അറിവോ കാശോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ വഴിക്ക് പോകുന്നുമില്ല. ഇനി മറിച്ച് ദൈവസ്നേഹത്തെ പ്രതി അല്ലെങ്കിൽ പാപത്തെ പ്രതിയാണെന്നും എനിക്കറിയില്ല കേട്ടോ. അതൊന്നും അമ്മമാർ നമ്മളോട് പറയില്ലല്ലോ. എന്തുകൊണ്ടാണ് നിന്നെ ഒരമ്മയും പറയുമോ നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് അവിടെ വെച്ച് കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു എന്ന് അമ്മമാർ പറയില്ല. മക്കളമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്, തള്ളയ്ക്കൊന്നും അങ്ങോട്ട് കൊന്നു കളയാൻ ഒക്കെ ചോദിച്ചു. ഒരമ്മമാരും ഇന്ന് വരെ ഒരു മക്കളോടും നിന്നെ പ്രസവിച്ച എനിക്ക് അബദ്ധമായി, അന്ന് കൊന്നാൽ മതിയായിരുന്നു എന്നാൽ അത്ര വലിയ സാമൂഹ്യദ്രോഹികളായിട്ടുള്ള മക്കളും പോലീസ് കേസൊക്കെ വരികയാണ് ഈ വേദനയോടുകൂടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴും പോലീസുകാർ ഇടിക്കുമ്പോൾ കൈ തടുക്കും, സാറേ ഇടിക്കണ്ട, ഒന്ന് ചോദിച്ചു വിട്ടാൽ മതി എന്ന് പറയുന്ന അമ്മമാരാണ്. അപ്പോൾ അമ്മമാരും ഒരു കാരണവശാലും പീഡിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഉപദ്രവിക്കണമെന്നുള്ള ചിന്തയിലല്ല. ഇത് ചെയ്തെങ്കിൽ ദാരിദ്ര്യം മാറും. പക്ഷേ ഈ ഗർഭകാലം എന്തായി മാറി? വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും അനുഭവമായി മാറി. ദൈവസ്നേഹത്തിലൂടെയാണെങ്കിൽ അമ്മായിയമ്മ പറയും, മോള് പറ്റുന്നത് ചെയ്താൽ മതി, കട്ടിയൊന്നും മോളെന്നാ വിളിക്കുള്ളൂ, മോള് പറ്റുന്നത് ചെയ്താൽ മതി, ഈ സമയം സൂക്ഷിക്കണം, കൂടുതൽ നേരം വേദപുസ്തകമൊക്കെ വായിക്കുക, കൂടുതൽ നേരം അല്ലേ. ഇനി പണിയെടുത്തുന്നവർക്കുള്ള കുഴപ്പമുണ്ടോ? മിണ്ടുകല്ലോ, പണിയെടുത്തുന്ന കുഴപ്പമില്ല. ഇസ്രായേലിലെ ഫറവോയുടെ നിയമം, ഇസ്രായേലിലെ സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ നിങ്ങൾ സൂതികർമ്മികൾ പ്രസവിക്കുന്ന സമയത്ത് എന്താ ചെയ്യണം? ആൺകുഞ്ഞാണെങ്കിൽ അവിടെ വെച്ച് തന്നെ കഴുത്തി ധരിച്ചു കൊല്ലണം എന്ന് ഫറവോയുടെ നിയമം. സൂതികർമ്മികൾ എന്ന് പറഞ്ഞു, സൂതികർമ്മികൾ തന്നെ വായിച്ചാട്ടി, ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവർ പ്രസവിച്ചു. അവരെന്താ പ്രസരിപ്പുള്ളവരാണെന്ന്, അവരടിമപ്പെണ്ണുങ്ങളാണ്. ഈ ഗർഭാവസ്ഥയിൽ അവരെ എത്രയോ ജോലി ചെയ്യണം. ഇവിടെ ഈ അമ്മ 4 പറ നെല്ല് ചിക്കി ഉണക്കാനല്ലേ പൊഴുങ്ങി എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഇവരെത്ര ഇഷ്ടിക ചുടണം, ഇവരെത്രയോ കഷ്ടപ്പെടണം, അടിമകളാണ്. ആ പണിയെടുത്തുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് പണിയെടുത്തതിൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ടല്ല പറഞ്ഞത്. ഇവിടെ ഈ കുഞ്ഞിനെ ഗർഭാവസ്ഥയിൽ ഈ അമ്മ വേണ്ടവണ്ണം മരുമകളെ കരുതിയില്ല എന്നുള്ള മരുമകളുടെ തോന്നലിൽ അത് വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അവസ്ഥയായി. ഇന്ന് ആ കുഞ്ഞിന് ഒരു 30-32 വയസ്സുണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ അമ്മയ്ക്കൊരു 55 വയസ്സ് കാണുമല്ലോ, കുറഞ്ഞത് 52-55 വയസ്സുണ്ടാവും. പക്ഷേ അപ്പോൾ ഈ വലിയമ്മയ്ക്ക് എത്ര വയസ്സുണ്ടാവും? ഈ അമ്മായിയമ്മയ്ക്ക് ഒരു 75-76 വയസ്സുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കുടുംബമായതുകൊണ്ട് 76 വയസ്സെങ്കിലും കാണും. പക്ഷേ ഈ 55 വയസ്സായ മരുമകളും അല്ലെങ്കിൽ 52 വയസ്സായ മരുമകളും 75 വയസ്സായ അമ്മയും ഇപ്പോഴും തമ്മിൽ കണ്ട സ്നേഹത്തോടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ആരോടും സംസാരിക്കേണ്ട ആവശ്യമില്ല. അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ എന്താ പറയുന്നത് വേണ്ടെന്ന് വെച്ച് കിടക്കുക. എല്ലാവരുടെ കയ്യിലും കാശുണ്ട്, എന്ത് വെച്ചാലും കിട്ടും. ഇനി ഒരു വകയില്ലാത്ത ആളാണെങ്കിൽ 2 ദിവസം എവിടെയെങ്കിലും വിരുന്നിന് പോയാലും മതി. ഒന്ന് കറങ്ങി ചുറ്റി വരുമ്പോഴത്തേക്കും ഒരു മാസമാവും. നല്ല ഫുഡൊക്കെ അടിച്ച് അത് നടക്കാൻ പറ്റും. അതുകൊണ്ട് വീട്ടുകളിലിപ്പോൾ അമ്മായിയമ്മയും വരുമ്പോഴും തമ്മിൽ സംസാരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. ഇടയ്ക്ക് നിൽക്കണം. മകൻ പറഞ്ഞിട്ടുണ്ടാവും, മകന് സ്നേഹം കൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടാവും, അമ്മ മിണ്ടാനൊന്നും വേണ്ട, വഴക്കണമെന്നും വേണ്ട, അമ്മയ്ക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചോ. പിന്നെ ഇപ്പോൾ ആരെയും ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ആ വൈരാഗ്യം ഇപ്പോഴും അങ്ങ് മാറുന്നില്ല. അത് മരുമകൾ സങ്കടപ്പെട്ട് പറയുന്നത് ഈ ഗർഭാവസ്ഥയിൽ പണിയെടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. മരുമകൾ എന്തെല്ലാം പണിയെടുക്കുന്നു, വെട്ടുകാരൻ റബ്ബർ വെട്ടുന്നു, അപ്പോൾ അതിൻ്റെ പുറകെ നടന്ന് പാലെടുക്കുന്നു, അതിൻ്റെ ചിരട്ടപ്പാൽ വലിക്കുന്നു, പശുക്കളെ ഭർത്താവ് കറക്കുന്നതിന് മുമ്പ് കുളിപ്പിക്കുന്നു, അതിനൊരു പിള്ളേരെ സ്കൂളിൽ വിടുന്നു. മരുമകളും ഈ അമ്മായിയമ്മ പണ്ട് പണിയെടുത്ത പോലെ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണിയെടുത്തതിലല്ല അവരുടെ ബുദ്ധിമുട്ട്. ഈ ഒരു ഗർഭാവസ്ഥയിൽ ഇത്രയും ശാരീരിക ക്ഷീണത്തിൽ, ഇത്രയും ശാരീരിക ബലഹീനതയിലിരിക്കുമ്പോൾ ആ കരുണ കാണിച്ചില്ല
സ്നേഹം കാണിച്ചില്ല എന്നുള്ളതാണ് വെറുപ്പിന് കാരണമാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ അമ്മായിയമ്മമാർ, ഓരോരുത്തർക്കും ഓരോ അമ്മായിയമ്മ ഉണ്ടാവുമല്ലോ, അവരാരെങ്കിലും ഇങ്ങനെയൊക്കെ നിങ്ങളോട് ഈ ഗർഭാവസ്ഥയിൽ കരുണ കാണിച്ചില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ആ അമ്മായിയമ്മയെ വെറുതെ വിടണം. വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ദണ്ണം എൻ്റെ ഉള്ളിൽ കിടക്കണം, എന്നോട് വേണ്ടവണ്ണം എൻ്റെ അമ്മായിയമ്മ കരുണ കാണിച്ചില്ല, സ്നേഹം കാണിച്ചില്ല, അവർക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് മുതലിനോട് ദേഷ്യം കൂടിയിട്ട് എന്നെ അവർ ഈ രീതിയിൽ പണിയെടുത്ത് പീഡിപ്പിച്ചു, അതുകൊണ്ട് എൻ്റെ ഗർഭകാലം എനിക്ക് സന്തോഷമാകാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഗർഭകാലം എനിക്ക് സന്തോഷമാക്കാൻ പറ്റിയില്ല, അതിൻ്റെ കൂടെ വേറെ പല രോഗങ്ങളും വന്നു, അപ്പോൾ പേടി തോന്നി. ഗർഭകാലത്ത് പല രോഗങ്ങളും വന്നു, ഷുഗർ കുറയുന്നു, പ്രഷർ കൂടുന്നു, ടെൻഷൻ വർദ്ധിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അടങ്ങിയിരിക്കാൻ പറഞ്ഞു, ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞു, കട്ടിലിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറയുന്നു. എൻ്റെ ദൈവമേ, ഈ ഒരു മാസം, ഇത്രയും മാസം ഇനി, ആ ഒന്നാമത്തെ മാസം തന്നെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുള്ള് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു. ഇനി എങ്ങനെ ഇതൊക്കെ കഴിച്ചു കൂട്ടുമെന്നുള്ള പേടി, ഭയം, ടെൻഷൻ, ഇതെല്ലാം എൻ്റെ മക്കളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഗർഭകാലം എന്തിൻ്റെ കാലമാ? ദൈവം ലോകത്ത് നല്ല തലമുറകളെ കൊടുക്കാൻ ദൈവം രൂപപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഗർഭകാലം. അത് പ്രകൃതിയിലുള്ള എല്ലാവർക്കും ഉണ്ട്, മൃഗജാലങ്ങൾക്കുണ്ട്, സസ്യലതാദികൾക്കൊക്കെ ഉണ്ട് അതിൻ്റെ. ഇപ്പം നമ്മൾ ചില തൈ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ വേരെ നിന്ന് അടുത്ത ചെടി പൊടിക്കും അല്ലേ, ചിലത് അതിൻ്റെ വിത്ത് എടുത്തിട്ട് നട്ടാൽ പൊടിച്ചു വരും. എല്ലാത്തിനും പ്രത്യുൽപാദന ശേഷിയുണ്ട്. പക്ഷെ മനുഷ്യർക്ക് ദൈവത്തോടുമുള്ള സ്നേഹവും ദൈവത്തെ പോലെ തന്നെ ലോകത്തെ കരുതാനും ചിന്തിക്കാനും മനുഷ്യജീവന് വിലയുണ്ടെന്ന് പഠിപ്പിക്കാനൊക്കെ ഉള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത്, പ്രിയപ്പെട്ടവരെ, ഗർഭകാലം എങ്ങനെയുള്ളതാണ്? ദൈവ ഇഷ്ടത്തിനനുസരിച്ച ഒരു കാലമായിരിക്കണം. അത് നമുക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മളതിനെ നശിപ്പിക്കാനോ അതിനെ പ്രാകാനോ ഒന്നും ഇടയാകരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അപ്പം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന വിഷയത്തിലെ 12ാമത്തെ പ്രാർത്ഥന, നമ്മളിവിടെ പ്രാർത്ഥിക്കുന്ന ആ മഞ്ഞ പുസ്തകത്തിലെ 12ാമത്തെ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് തിരുവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത്. നമ്മൾ ഓരോ പ്രാർത്ഥനാ വിഷയവും ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിച്ചു പോരുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗർഭാവസ്ഥ, ഗർഭകാലം, ഇത് വലിയ ഒരു എന്താ പറയുന്നത് സന്തോഷത്തിൻ്റെ കാലമാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം അവിടുത്തെ സമ്മാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം അവിടുത്തെ സമ്മാനമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ് എന്ന ഈ തിരുവചനങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഈ ലോകത്ത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെട്ട ഓരോ കുഞ്ഞുങ്ങളും ഈ ലോകത്ത് ആരായി മാറേണ്ടതായിരുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടു കൂടി ഗർഭഛിദ്രം നടത്തിയിട്ടുള്ള, അറിഞ്ഞോ അറിയാതെ നടത്തിയിട്ടുള്ള എല്ലാ സ്ത്രീകളെയും, എല്ലാ ദമ്പതികളെയും, പ്രത്യേകിച്ച് പാപത്തിൽ ഏർപ്പെടുന്ന ആളുകളെ, പ്രത്യേകിച്ച് ഈ റേപ്പിലൊക്കെ പെട്ടുപോയ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? പെൺകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്യുന്നു, അതുവഴി ഗർഭാവസ്ഥയിലൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ദൈവം തന്നെ അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കും. ഇന്ന് ജീവൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഒത്തിരി സ്ഥാപനങ്ങൾ അമ്മയും കുഞ്ഞുങ്ങളും എന്ന് പറയുന്ന അമ്മത്തൊട്ടിൽ പോലെയുള്ള സംഭവങ്ങൾ സർക്കാരിനും
പ്രൈവറ്റ് സെക്ടറിലൊക്കെ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ധാരാളമുണ്ട്. അവിടെയൊക്കെ എത്തിച്ചേരാനും ആ ജീവനെ വിലയുള്ളതായി കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യാനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കാം. വരുന്ന തലമുറകളോട് ഈ ദൈവിക സത്യം പങ്കുവെക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യിരെമ്യാ പ്രവാചകനും യെശയ്യാ പ്രവാചകനും പൗലോസ്ലീഹായും പറഞ്ഞു, ഞങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങൾ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് അവിടുന്ന് ഞങ്ങളെ മെനഞ്ഞ് അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ ഇന്നിങ്ങനെ വചനം പ്രസംഗിക്കുവാനും ഈ ബൈബിൾ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുവാനും ഇടയായത് നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നത് ദൈവഹിതപ്രകാരം ആയതുകൊണ്ടാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നമ്മളെല്ലാം പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരുന്നുവെന്ന് ഒന്ന് ധ്യാനിച്ച് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, കൂടുതൽ കൂടുതൽ അറിവുകളിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ വില തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ശിശുവിനെ എലിസബത്ത് കണ്ടപ്പോൾ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിച്ച് സന്തോഷത്തോടെ ഉദ്ഘോഷിച്ചതുപോലെ ഈ തലമുറകളിലെ ഗർഭവതികളായ സ്ത്രീകളെ കാണുമ്പോൾ ആ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സ്നേഹവും ഒരു ശിശു ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു ദൈവകൃപയാൽ എന്നുള്ള ആ ചിന്തയോടുകൂടി ഗർഭസ്ഥ അവസ്ഥയിലായിരിക്കുന്ന സഹോദരിമാരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കരുതുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.